നീ വെളുപ്പം കാലത്ത് കുളിച്ചൊരുങ്ങി അങ്ങോട്ട്. ഞാൻ ജോത്സ്യനെ കാണാൻ പോണു. ജോത്സ്യരെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇതുവരെ ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പ്രശ്നം കുറച്ച് രൂക്ഷമാണ്, എന്നാലും വിഷമിക്കണ്ട. നോമിന്റെ കയ്യിൽ അതിനുള്ള പരിഹാരമുണ്ട്. എന്നാ പെട്ടെന്ന് അങ്ങോട്ട് പറ ജോത്സ്യരെ. അടങ്ങുന്നേ, അങ്ങനെ 4 വിക്കറ്റ്. 7 ദിവസം കഠിന വ്രതം അനുഷ്ഠിക്കേണ്ടി വരും. എത്ര കഠിനായാലും കുഴപ്പമില്ല, പറഞ്ഞാ മതി. ഈ പറഞ്ഞ 7 ദിവസം ഭർത്താവിന്റെ നിഴൽവെട്ടത്ത് പോലും പോകാൻ പാടില്ല എന്നും പറഞ്ഞ് മറ്റാരുടെയും നിഴൽവെട്ടത്ത് പോയി കയറിക്കളയല്ലേ. ഒരുമാതിരി മറ്റേ ഡയലോഗ് അടിക്കല്ലേ. ഈ ആൾക്കാരെ എന്നുള്ള അടിയൊക്കെ വാങ്ങിച്ച് തരൂടെ. അതുകൂടാതെ 7-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഇനി നീ വാ തുറന്ന നിന്റെ കാവെട്ടി ഞാൻ കൊണ്ടാട്ടം പറ്റും. ജോത്സ്യരെ ബാക്കി പറ. 7-ാം നാൾ ഉല്ലാസ യാത്ര കുളിച്ച് ശരീരശുദ്ധി വരുത്തി ഭർത്താവിന്റെ കാൽ തൊട്ട് വന്നിച്ച് ബാക്കി പറ. കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി ഉരുളി കമഴ്ത്തിയാ മതി. ഇയാൾ എന്തോന്ന് പറയണം? പുത്രസാമല്യത്തിന് കമത്തേണ്ടത് ഉരുളിയൊന്നുമല്ല, കമഴ്ത്തേണ്ടത് കമഴ്ത്തണം. നീ പറഞ്ഞ ഞാൻ കേട്ട്. ഇവിടെ ഉരുളി കമഴ്ത്തണോ കിണ്ടി കമഴ്ത്തണോ എന്ന് ഞാൻ തീരുമാനിക്കും. ജോത്സ്യരെ എന്തിനും ഉണ്ണേ? അല്ല എന്താ പറഞ്ഞാലും ഇനി വേറെന്തെങ്കിലും ഉണ്ട്. എന്തരെ? ദക്ഷിണ. പറയാളിയാ, നീ എന്തിനാ ഇഞ്ചിയെല്ലാം കടിച്ച മൂഞ്ചി ഒരുമാതിരി ഇരിക്കുന്നു. നിനക്കറിയാലോ, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി. ഇതുവരെയ്ക്ക് എനിക്കൊരു അച്ഛനാവാൻ പറ്റിയില്ല. അതിന് നീ ഇവിടെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവും? വീട്ടിൽ പേടിക്കണ്ട്. വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റാത്തോണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാപ്പാ നമുക്കൊരു ജോത്സ്യനെ കാണാൻ പോവാം. ആ ജോത്സ്യരെ, എന്താ പറഞ്ഞോളൂ. ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇതുവരെയ്ക്കും ഒരു കുഞ്ഞിക്കാലി കാണാൻ പറ്റിയിട്ടില്ല. കുഞ്ഞിക്കാലി ഉണ്ടാ മതിയാ? അടുത്തുള്ള അംഗൻവാടി എങ്ങാനും വിടുമ്പോ കാണിച്ചിരുന്നുള്ള പഴയ ക്ലീശ ഡയലോഗാണ് ആടിന്റെ കാവാലം ഞാൻ പൊളിച്ചു. ഇന്ന് വ്യാഴം, വ്യായാമത്തിന് ഉത്തമം. എന്നാൽ നമുക്ക് ഇന്ന് വൈകുന്നേരം തൊട്ട് ജിമ്മിൽ പോയാൽ ആശാനെ. നിന്റെ ഈ കിളിഞ്ഞ വായും കൊണ്ട് ചെന്ന് കയറിക്കൊള്ളു. മാതിരി കഷത്ത് പിടിച്ച ചെറുക്കും. പരിഹാരം പറഞ്ഞാ ജോത്സ്യരെ. രാത്രിയുടെ യാമങ്ങളിൽ പൂർണ്ണചന്ദ്രൻ പൂത്തുലഞ്ഞു നിൽക്കുമ്പോഴാണ് ശാന്തി മുഹൂർത്തത്തിന് ഉത്തമം. ഇന്ന് ചന്ദ്രൻ പൂത്തലെന്ന് തോന്നല്ല. അതെന്ത്? നല്ല മഴക്കോള്. എടാ കാർമേഘ കണ്ണ, മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ ആടിച്ച് നിന്നെ റോക്കറ്റിൽ കയറ്റി ബഹിരാകാശത്ത് വിടും. ജോത്സ്യരെ, ഇനി എന്തെങ്കിലും ഉണ്ട്. എന്തര്? ദക്ഷിണ. നീ ഇതെല്ലാം കൂടെ വാരിക്കട്ടെ അങ്ങോട്ട്. ഇന്ന് മുതൽ 7 ദിവസം ഞാൻ അപ്പുറത്തെ മുറിയിലായിരിക്കും. മേലാൽ ആ പരിസരത്ത് പോലും വന്നോവല്ലേ. അതെങ്ങനെ ശരിയാവും? ഇന്ന് ശാന്തി മുഹൂർത്തമാണ്. എന്നാര് പറഞ്ഞേ? എന്റെ ജോത്സ്യൻ. എന്നാ എന്റെ ജോത്സ്യം പറഞ്ഞതേ ഒരാഴ്ചത്തേക്ക് ശാന്തി മാത്രം മതി, മുഹൂർത്തം ഒന്നും വേണ്ടെന്നാണ്. അതെ, ആണ് ജോത്സ്യൻ. ഊത്തില്ല ശങ്കുണ്ണി ജോത്സ്യൻ. മുത്തിലെ ശങ്കുണ്ണിയാണല്ലോ എന്റെ ജോത്സ്യൻ. ആ എവിടുത്തെ ജോത്സ്യനാണോ? എന്റെ അടുത്തൊന്ന് പറഞ്ഞു വിട്ടിട്ട് എന്റെ ഭാര്യ അടുത്ത് വേറെ ഒന്ന് പറഞ്ഞു വിട്ടാ പിന്നെ നമുക്ക് എങ്ങനെ പുത്രസാഫല്യം ഉണ്ടാവും? ഇത് തന്റെ ഭാര്യയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അറിഞ്ഞിരുന്നെങ്കിൽ ഇയാളങ്ങ് പൊളുത്തിയാനെ. അതുപോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് എവിടെ നിന്നാ ജോത്സ്യം പഠിച്ചത്? കൊടൈക്കനാലിന്ന്. കൊടൈക്കനാലിൽ ഓ കണ്ടില്ലേ, ഗുണാക്കിയാണ് എഴുതി വെച്ചേക്കണത്. ശരിയാണല്ലോ. ഇതെന്തരടേ? പിസ്ത. ഞാൻ തരൂല. നിനക്ക് ഞങ്ങളെ കൂടെ തരാം. കുറച്ച് പിസ്ത താശാനെ. വാടാ, ഞാൻ തരൂല.